എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PHP നമ്മളെങ്ങനെ PHP ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം PHP നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ എന്താ പറയുക സിമ്പിൾ സോഫ്റ്റ്വെയറുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് XAMPP എന്ന് പറയുന്ന അപ്പാച്ചെ XAMPP എന്ന് പറയുന്ന പാക്കേജാണ് യൂസ് ചെയ്യുന്നത്. അത് അപ്പാച്ചെ friends.org നിന്നും തന്നെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നത്. അത് ലിനക്സിൻ്റെ പാക്കേജ് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പം നമ്മൾ ഈ എന്താ പറയുക ഈ സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇത് കിട്ടാനായിട്ട് വേറൊന്നും അധികം ചെയ്യേണ്ടതില്ല. ഗൂഗിൾ സെർച്ചിനകത്ത് നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ XAMPP എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും www.apachefriends.org എന്ന് പറയുന്ന സൈറ്റിലേക്ക് നമ്മൾ പോകും. നമുക്ക് സെർച്ചിൽ കാണിക്കും. അപ്പോൾ നമ്മൾ നേരെ ആ സൈറ്റിൽ പോവുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് രണ്ടാമത് ഓപ്ഷനായിട്ട് തന്നെ XAMPP for Linux എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനകത്ത് 7.3.27 എന്ന വെർഷനാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. കാരണം എപ്പോഴും കുറച്ച് ലൈറ്റായിട്ടിരിക്കട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. ഇനി മാക്ക് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ഇത് തൊട്ട് താഴെയുണ്ട്. അപ്പം ഇത് നമ്മൾ ഡൗൺലോഡ് കൊടുത്തു കഴിയുമ്പോൾ വേറൊരു വിൻഡോയിലേക്ക് പോകും. അവിടുന്ന് നമ്മൾ ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. ഇതിപ്പം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും ഇത് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ഓൾറെഡി ചെയ്ത് വെച്ചതുകൊണ്ട് ഇനി നമുക്ക് നേരെ ടെർമിനലിലേക്ക് പോകാം. ടെർമിനലിലേക്ക് പോയ ശേഷം നമുക്ക് ഡൗൺലോഡ്സിലേക്ക് പോകണം. ഡൗൺലോഡ്സിൽ ചെന്ന് നമ്മുടെ ഫയൽ നെയിം നോക്കാം. ഓക്കെ, നമ്മുടെ XAMPP ഫയൽ വന്നിട്ടുണ്ട്. ഇനി ഇതിന് പെർമിഷൻ നോക്കണം. ഇത് എക്സിക്യൂട്ടബിൾ പെർമിഷൻ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമുക്കിതിൻ്റെ പെർമിഷൻ ചെക്ക് ചെയ്യാം. പെർമിഷൻ ചെക്ക് ചെയ്യാനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LS സ്പേസ് -AL. ഓക്കെ, ഇതിൻ്റെ പെർമിഷൻ വന്നിരിക്കുന്ന റീഡ് റൈറ്റ് റീഡ് ഓൺലി. അപ്പോൾ നമുക്കിതിൻ്റെ പെർമിഷൻ ചേഞ്ച് ചെയ്യണം. പെർമിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് sudo സ്പേസ് chmod +X then file name. പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം പെർമിഷൻ ആയോ എന്ന്. ഓക്കെ, കണ്ടില്ലേ ഒരു X കൂടെ വന്നിട്ടുണ്ട്. സോ അപ്പോൾ അത് എക്സിക്യൂട്ടബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നമ്മുടെ sudo കമാൻഡാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പം ഇനി നമ്മൾക്ക് sudo സ്പേസ് കോമയായിരുന്നു // അത് കഴിഞ്ഞ് നമ്മുടെ ഫയൽ നെയിം. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാളർ വരും, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പം നമ്മളുടെ ഇൻസ്റ്റാളർ വരുന്നത്. ഇൻസ്റ്റാളർ വന്നു കഴിയുമ്പോഴത്തേക്കിനും നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അഗൈൻ നെക്സ്റ്റ്. അപ്പം നമ്മളുടെ LMPP ലാംപ് എന്ന് പറയുന്ന ഡയറക്ടറിയിലാണ് /opt/lamp എന്ന് പറയുന്ന ഡയറക്ടറിയിലാണ് ഇത് ഇൻസ്റ്റാൾ ആകാൻ പോകുന്നത്. ജസ്റ്റ് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അഗൈൻ നെക്സ്റ്റ്.
അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇൻസ്റ്റാൾ ആകാൻ കുറച്ച് താമസം എടുക്കും. അത്യാവശ്യം എന്തുവാ അൺപാക്ക് ചെയ്യുക. അൺപാക്കിങ്ങിന് ശേഷം ഇൻസ്റ്റാളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം XAMPP എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇത് bitnami XAMPP ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനകത്ത്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഇൻസ്റ്റാളേഷൻ കഴിയുന്നത് വരെ. ഇപ്പം നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഫിനിഷ് വന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി നോക്കാം. ഓപ്പണായി കഴിയുമ്പം മാനേജ് സർവീസസ് എന്ന് പറയുന്നതിൽ കയറണം. അപ്പം ഇതിനകത്ത് നമ്മുടെ അപ്പാച്ച് ഓൾറെഡി റണ്ണാണ്. ഇനി ബാക്കിയുള്ളത് സ്റ്റോപ്പ് ചെയ്ത് കിടക്കുകയാണ്. MySQL ഡാറ്റാബേസും പിന്നെ പ്രോ FTPDയും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ബാക്കിയെല്ലാം നമ്മൾ വിൻഡോസിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. MySQL സ്റ്റാർട്ട് ചെയ്യുന്നതും അപ്പാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അത് ജസ്റ്റ് സ്റ്റാർട്ട് ആകുന്ന ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഓളുണ്ട്, സ്റ്റോപ്പ് ഓളുണ്ട്, റീസ്റ്റാർട്ട് ഓളുണ്ട്, എല്ലാ ഓപ്ഷനുകളും അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. അപ്പം ഇതിനി വന്നത് നോക്കാനായിട്ട് നമുക്ക് ബ്രൗസർ ഓപ്പൺ ആക്കാം. പിന്നെ നെറ്റ് ഡിസ്കണക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബ്രൗസർ ഓപ്പൺ ആക്കിയ ശേഷം ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുക്കുക. അതിനകത്ത് ഇതിൻ്റെ അപ്പാച്ചയുടെ ഹോം പേജ് വരും. അതിൻ്റെ ഡാഷ്ബോർഡിൽ നമ്മൾ PHP myadmin എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്പർ ലൈനിലുള്ള പേജ് ഓപ്പണായിട്ട് വരും. ഇങ്ങനെയാണ് PHP myadmin അതായത് നമ്മുടെ പേഴ്സണൽ ഹോം പേജ് അതിൻ്റെ XAMPP ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനുശേഷം ഇത് ജസ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി. ഇനി നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് സ്റ്റോപ്പ് ഓൾ കൊടുക്കുക. അപ്പോൾ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്താൽ മതി. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടാമത് ഓപ്പൺ ആക്കാനായിട്ട് ഇത് ഇൻസ്റ്റാൾ ആകുന്നതിന് നേരത്തെ നമുക്കൊരു പേജ് കാണിച്ചായിരുന്നല്ലോ. അപ്പം നമ്മൾ നേരെ ആ പേജിലേക്കാണ് പോകേണ്ടത്. അതിന് വീണ്ടും നമ്മൾ ടെർമിനൽ ഓപ്പൺ ആക്കുക. cd /opt/lamp. സ്പെല്ലിങ് കറക്റ്റ് അല്ലെങ്കിൽ ഓപ്പൺ ആകില്ല. നമുക്ക് ആ ഡയറക്ടറിയുടെ സ്പെല്ലിങ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിരുന്നു. ഓക്കെ, LAMPP ആണ് സ്പെല്ലിങ്, LS. ഇപ്പം ഇതിനകത്ത് നമുക്ക് ഓപ്പൺ ആക്കേണ്ടത് manager.linux. ഇതാണ് നമുക്ക് ഓപ്പൺ ആക്കേണ്ട ഫയൽ നെയിം. അപ്പം നമ്മൾ ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക. അതിനുശേഷം sudo /file name പേസ്റ്റ് ചെയ്യുക. എൻ്റർ. ഓക്കെ, പാസ്വേഡ് കുറിച്ച് എൻ്റർ കൊടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് ആ വിൻഡോ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ സ്റ്റാർട്ട് ഓൾ കൊടുക്കുക. സ്റ്റാർട്ടായി വരാനൊരു താമസമുണ്ട്.
ഓക്കെ, സ്റ്റാർട്ടായി വന്നു. അതിനുശേഷം വീണ്ടും ബ്രൗസർ എടുക്കുക, ലോക്കൽ ഹോസ്റ്റ് മൈ PHP അഡ്മിൻ എടുത്തു. ഇപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ PHP ഉബണ്ടുവിൽ യൂസ് ചെയ്യുന്നത്. അപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത് ഓപ്പൺ ആക്കുമ്പം നമ്മൾ CD സ്പേസ് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡയറക്ടറിയിലേക്ക് പോകാനായിട്ടുള്ളതിൻ്റെ സ്പെല്ലിങ് കറക്റ്റായിട്ട് ഓർത്ത് വെക്കണം. ഇല്ലെങ്കിൽ തെറ്റിപ്പോയാൽ നേരത്തെ ഇപ്പോൾ ഞാൻ കിടന്ന് പാടുപെട്ട പോലെ പെടേണ്ടി വരും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. ഇപ്പോൾ PHP എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ, ടേക്ക് കെയർ.